വൺ പീസിലെ ടോപ്പ് 5 മോസ്റ്റ് പവർഫുൾ ഡെവ് ഫ്രൂട്ട് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതായിരിക്കും നമ്പർ 1 എന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സോ അധികം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5th പൊസിഷനിലുള്ളത് OP ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ യൂസർ ട്രഫാഗർ ലോ ആണ്. വൺ പീസിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ഡെവ് ഫ്രൂട്ടാണ് OP നോമി. പല ഡെവ് ഫ്രൂട്ട്സിനും 1-2 പവറേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഡെവ് ഫ്രൂട്ടിന് കണ്ണിക്കണ്ട എല്ലാ പവേഴ്സും ഉണ്ട്. വേൾഡ് ഗവൺമെന്റ് ഈ ഡെവ് ഫ്രൂട്ടിന് 5 ബില്യൺ ബെറിയാണ് ബൗണ്ടി ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ആവറേജ് യോങ്കോയിനേക്കാൾ വിലയാണ് ഈ ഡെവിൾ ഫ്രൂട്ടിനുള്ളത്. പോരാത്തതിന് ഈ ഡെവിൾ ഫ്രൂട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് ഇമ്മോർട്ടാലിറ്റി സർജറി എന്ന് പറയുന്ന ഒരു ഹിഡൻ എബിലിറ്റിയും ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിനെ 5th പൊസിഷനിൽ വെക്കാൻ കാരണം ഒരു ഡോക്ടറിന് മാത്രമേ ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 4th പൊസിഷനിലുള്ളത് ഗുറോ നോമി. ഇതിന്റെ ആദ്യത്തെ യൂസർ വൈറ്റ് ബിയർഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഡെവിൾ ഫ്രൂട്ട് ബ്ലാക്ക് ബിയർഡിന്റെ കയ്യിലാണ്. ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ള ഫ്രൂട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വൈറ്റ് ബിയർഡ് വേൾഡ്സ് സ്ട്രോങ്ങസ്റ്റ് മാൻ ആവാനുള്ള ഒരു കാരണവും ഈ ഫ്രൂട്ടാണ്. വൺ പീസിലെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ പവർ ഉള്ള ഫ്രൂട്ടും ഇതാണ്. എന്നിട്ടും ഇത് 4th പൊസിഷനിൽ വെക്കാൻ കാരണം ഇതൊരു റിലേറ്റീവ്ലി സിമ്പിൾ ഡെവ് ഫ്രൂട്ടാണ്. ഇതിന്റെ മുകളിലുള്ള ഡെവ് ഫ്രൂട്ട്സിനൊക്കെ ഒന്നിൽ കൂടുതൽ പവേഴ്സ് ഉണ്ട്. 3rd പൊസിഷനുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് മോഡൽ നിഡ്ഹോഗ്. ഇതിന്റെ കറന്റ് യൂസർ ലൂക്കിയാണ്. പക്ഷേ ലൂക്കിക്ക് മുമ്പ് ഇത് ഒരു ഏൻഷ്യൻ ജയന്റ് വാറിയർ ആയിരുന്നു ഈ ഫ്രൂട്ട് ഉപയോഗിച്ചിരുന്നത്. ഒരു വലിയ ബ്ലാക്ക് ഡ്രാഗണായി മാറാനുള്ള പവറാണ് ഈ ഡെവിൾ ഫ്രൂട്ട് അതിന്റെ യൂസറിന് കൊടുക്കുന്നത്. അതുകൂടാതെ ലൈറ്റ്നിങ്ങിന്റെ പവറും ഈ ഡ്രാഗൺ ഉണ്ട്. വേൾഡിന്റെ കിങ് ആവാൻ റോക്സ് തേടിക്കൊണ്ടിരുന്ന 2 ഡെവിൾ ഫ്രൂട്ട്സിൽ ഒരെണ്ണമാണ് ഇത്. നീക്ക ഫ്രൂട്ടിന് ശേഷം ഈമു ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഫ്രൂട്ടും ഇതാണ്. ഒരു ഏൻഷ്യൻ ജയന്റ് ഈ ഫ്രൂട്ട് കഴിച്ചാൽ മാത്രമേ അതിന്റെ ഫുൾ പവർ എവേക്കൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഇതിനെ നമ്പർ 3rd പൊസിഷനിൽ ഇടുന്നത്. 2nd പൊസിഷൻ ഗോസ് ടു ദ ഡെവിൾസ് ഫ്രൂട്ട്. വൺ പീസിലെ ദ മോസ്റ്റ് ഓവർ പവർഡ് ഡെവിൾ ഫ്രൂട്ട് ഇതാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സാക്ഷാൽ ഈമൂസാമയാണ് ഇതിന്റെ യൂസർ. ഈ ഡെവിൾ ഫ്രൂട്ടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ശരിക്കുള്ള ചോദ്യം. ഇതിന്റെ പേര് ദ ഡെവിൾസ് ഫ്രൂട്ട് എന്നായതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ ഡെവിൾ ഫ്രൂട്ട്സിന്റെയും പവർ ഇതിനുണ്ടായിരിക്കും. ഈ ഡെവിൾ ഫ്രൂട്ടിന് നിലവിൽ ഒരു വീക്ക്നെസ്സും ഇല്ല. ഇതിനേക്കാൾ ഓവർ പവർഡ് ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട് വൺ പീസ് യൂണിവേഴ്സിൽ തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഒരാൾ ഒഴിച്ച്. നമ്പർ 1 പൊസിഷനിൽ മറ്റാരുമല്ല ദ ഗം ഫ്രൂട്ട് അഥവാ സൺ ഗോഡ് നീക്ക ഡെവിൾ ഫ്രൂട്ട്. ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ കറന്റ് യൂസർ നമ്മുടെ സ്വന്തം മങ്കി ഡി ലൂഫിയാണ്. തുടക്കത്തിൽ ഇത് സാധാ ഒരു റബ്ബർ ഡെവിൾ ഫ്രൂട്ട് ആയിരുന്നു. പക്ഷെ വാണോയിൽ വെച്ചാണ് ഇതിന്റെ യഥാർത്ഥ പേരെന്താന്ന് നമുക്ക് മനസ്സിലായത്. ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ എന്താന്ന് വെച്ചാൽ ഫ്രീഡമാണ്. എന്തും ചെയ്യാനുള്ള ഫ്രീഡം. സാക്ഷാൽ ഈമു വരെ ഭയക്കുന്നത് ഈ പവറിനെയാണ്. യൂസറിന്റെ ഇമാജിനേഷൻ മാത്രമാണ് ഇതിന്റെ ലിമിറ്റ്. ലോജിക് പോലും ഇതിന് ബാധകമല്ല. നോ ലോജിക്, ഓൺലി മാഡ്നസ്. അതുകൊണ്ട് സൺ ഗോഡ് നീക്ക ഡെവിൾ ഫ്രൂട്ട് ആണ് വൺ പീസിലെ ദ മോസ്റ്റ് പവർഫുൾ ഡെവിൾ ഫ്രൂട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. അടുത്ത വീഡിയോ കാണുന്നവരെ പീസ്.